ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി അടുത്ത ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിസ് തിയറമാണ്. സ്റ്റോക്കിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിൾ വെക്റ്റർ ഫംഗ്ഷൻ ഉണ്ട്, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് സം പി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്. ഓക്കെ, വൈ കോമ സെഡ് ഐ ക്യാപ്പ് പ്ലസ് some q of x comma y comma z j cap plus r of x comma y comma z k cap. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ സ്റ്റോക്കിസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻസ് തിയറത്തിൻ്റെ ജനറൽ കേസാണ്, അല്ലെങ്കിൽ 3 ഡയമെൻഷനിലുള്ള കൺസെപ്റ്റ്സ് ആണ് സത്യത്തിൽ സ്റ്റോക്കിസ് തിയറം പറയുന്നത്. വെക്റ്റർ ഫീൽഡിൽ വെക്റ്റർ വാല്യൂവിൻ്റെ കൺസെപ്റ്റ്സിലാണിത്. എഫ് ഡോട്ട് ഇൻ്റഗ്രൽ ഓവർ സി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡോട്ട് ഡി എസ്. കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. എന്താണ് കേൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡെൽ ക്രോസ് എഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേൾ എഫ് എന്ന് പറയാം. ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിറ്റർമിനൻറ്റ് കൺസെപ്റ്റ്സ് അല്ലേ. അതായത് ഐ ജെ കെ അല്ലേ, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ജെ കെ അല്ലേ, ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ജെ കെ. പിന്നെന്താണ്ട ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ അല്ലേ, ഡോ ബൈ ഡോ സെഡ്. ഇനി ആരാ എഫിലുള്ള ക്യു പി പി ക്യു ആർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേൾ എന്ന് പറയുന്നത്. എൻ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം ജി ഓഫ് സെഡ് ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ്. സർഫസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ജി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z മൈനസ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ അല്ലേ വൈ. അങ്ങനെയാണ് എങ്കിൽ എന്താണ് എൻ എന്ന് പറയുന്നത്, നോർമൽ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെന്താണ്, അതായത് ഡെൽ ഡോട്ട് ജി അല്ലേ, ഡൈവേർജൻറ്റ് അല്ലേ, ഡെൽ ഡോട്ട് ജി ബൈ എന്താണ് ഡെൽ ഡോട്ട് ജി ബൈ അല്ല സോറി ഡെൽ ജി ബൈ എന്തായിരുന്നു, പിന്നെ ഡെൽ ജി ബൈ ഡെൽ ഡോട്ട് അല്ല, ഡെൽ ജി ബൈ ഡെൽ ഡെൽ നോം ഓഫ് ഡെൽ ജി അല്ലേ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം എന്താണ് നോക്കാം. ഇവാലുവേറ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഇതാണ്, ഇവാലുവേറ്റ് ദി ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഓവർ സെഡ് ഡി സെഡ്. ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ എന്തായിരുന്നു, ആർ ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്പിനെയാണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ്. അതിൻ്റെ ഡോട്ട് എടുക്കുമ്പോൾ എക്സ് ഐ ക്യാപ്പുകളൊക്കെ അങ്ങ് പോകും അല്ലേ. അപ്പോൾ തന്നിട്ടുണ്ട് ഇവാലുവേറ്റ് എന്താണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി അല്ലേ സെഡ് ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ് അല്ലേ, where C is the trace of the cylinder. സിലിണ്ടറിൻ്റെ കഷ്ണമാണ്, പക്ഷെ ആ സിലിണ്ടർ എന്ന് പറയുമ്പോൾ സർക്കിളാണ്, പ്ലെയിനിൻ്റെ കൺസെപ്റ്റിൽ വരുമ്പോൾ സർക്കിളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സർഫസ് എന്ന് പറയുമ്പോൾ സിലിണ്ടറാണ്, തന്നിട്ടുണ്ട് ഗിവണാണ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2 ആണ് എന്ന് പ്ലെയിൻ തന്നു. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടർ എന്നുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്, ഗിവണാണ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നും
എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടിരിക്കണം? എഫ് എന്താണെന്നുള്ളത് ഇവിടുന്ന് കിട്ടണം. സൊല്യൂഷൻ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓവർ സി എന്താണ്? സെഡ് ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ്. സോ അതുകൊണ്ട് എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാന്നുള്ളതാണ്. എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സെഡ് ഐ ക്യാപ് പ്ലസ് എക്സ് ജെ ക്യാപ് പ്ലസ് വൈ കെ ക്യാപ്. ഇതാണ് കറസ്പോണ്ടിങ് ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? കേൾ എഫ് കാണണം. കേൾ എഫ് ഈക്വൽ ടു, കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ സ്റ്റോക്കിസ് തിയറം. സ്റ്റോക്കിസ് തിയറം പ്രകാരം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് അല്ലേ, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എന്താണ്? കേൾ എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡി എസ്. ഇതാണ് നമ്മളുടെ എന്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറം പ്രകാരം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കേൾ എഫ് കാണണം. കേൾ എഫ് ഈക്വൽ ടു എന്താണ്? കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽ ക്രോസ് എഫ്, ഡൈവേർജൻസ് അല്ല, ഡെൽ ക്രോസ് എഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ്പ് ജെ കെ, ഇനി ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇനി എന്താ വരിക? ഇതിൻ്റെ സ്ഥാനത്ത് എഫ് പി എന്താണ്? സെഡ് ആണ്, എക്സ് ആണ്, വൈ ആണ്. അപ്പോൾ സെഡ് വരും, ഇവിടെ എക്സ് വരും, ഇവിടെ വൈ വരും. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യണം. അപ്പം ഐ ഇൻറ്റു ഐ ക്യാപ് ഇൻറ്റു ഡോ, ഇത് വരില്ല, ഡോ വൈ ബൈ ഡോ, ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ്, ഇനി അടുത്തത് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് 0. ഇനി അത് കഴിഞ്ഞ് മൈനസ് ജെ ക്യാപ്പിൻ്റെ ടേം വരും, അതായത് ഈ ടേം അങ്ങ് ഒഴിവാകും. അപ്പം ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ, അത് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് എക്സ് ആയതുകൊണ്ട് 0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ഇനി അടുത്തത് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ്, അപ്പോൾ 1 കിട്ടും. ഇനി അടുത്തത് പ്ലസ് കെ ക്യാപ്പിൻ്റെ ആണ്, കെ എടുക്കുക, അപ്പോൾ ഈ ഭാഗം എടുക്കരുത്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1 കിട്ടും മൈനസ്. ഇനി അടുത്തത് ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ്, സെഡിൻ്റെ 0 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതായത് 1 ഐ ക്യാപ് ദാറ്റ് ഈസ് ഐ ക്യാപ് പ്ലസ് മൈനസ് മൈനസ് ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ പ്ലസ് ജെ ക്യാപ്പ്, ജെ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ജെ ക്യാപ്പ് പ്ലസ് പിന്നെ മൈനസ് പ്ലസ് 1 കെ ക്യാപ്പ് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന കേൾ എഫ്. ഇനി n കാണണം അല്ലേ, എന്ത് കാണണം? n കാണണം. അതിന് ഗിവൺ ആയിട്ടുള്ള പ്ലെയിന് തന്നിട്ടുണ്ട്, അതായത് ഇവിടെ നോക്കുക സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുള്ള കുഞ്ഞാപ്പ് വരാൻ നമുക്ക് ഇതാ തന്നിട്ടുണ്ട് സെഡ് ഈക്വൽ ടു എന്നുള്ളത്. അതായത് കറസ്പോണ്ടിങ് ആയിട്ട് ഹിയർ y plus z equal to 2, which implies y plus z minus 2 equal to 0. Therefore g of x comma y comma z equal to എന്താണ്? y plus z minus 2. ഇനി അപ്ലൈ ചെയ്യാം. എന്താണ്? ഡെൽ ഓക്കെ, ഡെൽ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് ജീൻ്റെ ഡോ ബൈ ഡോ എക്സ് 0 ആണ് അല്ലേ, അത് പോയി അല്ലേ. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ മീനിങ് എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ജി ഐ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജി ജെ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ജി കെ ക്യാപ്പ്. ഇതാണ് വരുന്നത്.
ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സിൻ്റെ ടേമില്ല, അപ്പം ഐ ക്യാപ്പ് 0 ഐ ക്യാപ്പാണ്, എഴുതണമല്ല. ഡോ ജി ബൈ ഡോ വൈ എന്താ വരുന്നത്? 1 ഐ ക്യാപ്പ്. ഡോ ജി ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ വൈ ഉണ്ട്, വൈ ഒരു പ്രാവശ്യം വരുന്നത് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 ജെ ക്യാപ്പ്, ദാറ്റ് ഈസ് ജെ ക്യാപ്പ്. പിന്നെ അടുത്തത് എന്താ കാണേണ്ടത്? ഡോ ജി ബൈ ഡോ സെഡ് കാണും. അപ്പോൾ സെഡ് 1 വരുന്നുണ്ട്, അപ്പോൾ പ്ലസ് കെ ക്യാപ്പ്, അപ്പം അത് വന്നു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എന്നാണ് കാണേണ്ടത്. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽ ജി ബൈ ലെങ്ത് ഓഫ് ഡെൽ ജി, അല്ലെങ്കിൽ അല്ലേ നോം ഓഫ് ഡെൽ ജി ആണ്. അപ്പോൾ നോം ഓഫ് ഡെൽ ജി നമ്മൾ എന്ത് ചെയ്യണം? കാണണം അല്ലേ, നോം ഓഫ് ഡെൽ ജി. അപ്പോൾ ആൻഡ് ഇവിടെ നോം ഓഫ് ഡെൽ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ, 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √2. ഓക്കെ, അപ്പം നമുക്ക് എന്തായി? √2 എന്ന് കിട്ടി. സോ n ഈക്വൽ ടു നമുക്ക് n എന്താന്നുള്ളത് കിട്ടും. n ഈക്വൽ ടു നമുക്ക് n ഈക്വൽ ടു എന്താണ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇതേ ബൈ ഇതിന് കൊടുക്കണം. n ഈക്വൽ ടു ഡെൽ ജി ബൈ നോം ഓഫ് ഡെൽ ജി, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഡെൽ ജി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? 1/√2 അല്ലേ, ജെ ഇവിടെ നോക്കുക, ജെ ആണുള്ളത്, ജെ പ്ലസ് 1/√2, കെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1/√2 കെ. ഓക്കെ, അപ്പോൾ നമുക്ക് n കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ അല്ലേ സി എന്താണ്? എക്സ് സെഡ് ഡി എക്സ് അല്ലേ, ഇതാ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സെഡ് ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ് ഈക്വൽ ടു അല്ലേ, സെഡ് ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ds, that is equal to ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കുക? കേൾ എഫ് ഐ പ്ലസ് ഐ ജെ കെ അല്ലേ, അപ്പം ഐ പ്ലസ് ജെ പ്ലസ് കെ ഡോട്ട് എൻ എന്താണെന്ന് തന്നിട്ടുണ്ട്. 1/√2j പ്ലസ് 1/√2k. ഓക്കെ, ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയാലോ, അത് വേറെ അല്ലേ, മറന്നുപോയത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഐനെ കൊണ്ട് ഇവിടെ 0 ആണ്, ഐ അപ്പോൾ 0 ആയിപ്പോൾ. ജെ 1 ഇൻറ്റു ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 1/√2 പ്ലസ് അടുത്തതും കെ ക്യാപ്പും 1 ആവും, അപ്പോൾ 1/√2 അല്ലേ ഇൻറ്റു ഡി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് 1 + 1 2/√2 ഡി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എസ് അല്ലേ 2/√2 എന്ന് പറഞ്ഞാൽ ഇതെന്താവും? 2നെ വെട്ടിയിട്ട് √2 എന്നാവും അല്ലേ. ഓക്കെ, അപ്പോൾ എന്താവും? √2 എന്നാവും. ദാറ്റ് ഈസ് ടേക്ക് ഔട്ട് സൈഡ് ഞാൻ എടുക്കുകയാണ്, √2 ടേക്ക് ഔട്ട് സൈഡ്. ഇനി എസ് ഉള്ളത് ഞാൻ മാറ്റി എഴുതാൻ പോവുകയാണ്, റീജിയൻ ആക്കി. എസ് സർഫസിൽ നമുക്ക് എടുങ്ങാറാണ്, ബുദ്ധിമുട്ടാണ്. ഞാൻ അതിനെ റീജിയൻ ആക്കുമ്പോഴുള്ള കുറേ പ്രത്യേകത ഉണ്ട്. കാരണം സർഫസിലാണ്, സിലിണ്ടറാണ്, റീജിയനിലാകുമ്പോൾ അത് എന്തായി മാറി? സർക്കിളായി മാറും. x² + y² = 1 എന്നുള്ളതാണ് ഇവിടുത്തെ റീജിയൻ. ശ്രദ്ധിക്കുക, നോക്കുക, x² + y² = 1. അപ്പോൾ നമുക്ക് പണി കുറഞ്ഞു കിട്ടും. ഓക്കെ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. x² + y² = r², ദാറ്റ് ഈസ് എ സർക്കിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ അതൊക്കെ ഓർമ്മയിലുണ്ടാവുക. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r √1 + fx² fy² അല്ലേ, fy² dA. ഓക്കെ, അപ്പോൾ
അതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് എഫ് എക്സ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഏതാണ്? എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നോക്കുക ഇവിടെ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക ഇതിൽ നിന്നുമാണ് അത് ഉണ്ടാക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 2 മൈനസ് വൈ. ഓക്കെ, അതാണ് ഇവിടുത്തെ ഫംഗ്ഷന് എന്നുള്ളോർത്തോളുക. അതായത് 2 മൈനസ് വൈ അതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ഈക്വൽ ടു ദിസ് അല്ലേ, സെഡ് ഈക്വൽ ടു ഓക്കെ 2 മൈനസ് വൈ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് എഫ് എക്സ് ഉള്ളത് 0 ആയിപ്പോൾ പ്ലസ് 1 സ്ക്വയർ തന്നെ മൈനസ് 1 സ്ക്വയർ അല്ലേ, മൈനസ് 1 സ്ക്വയർ ഇൻറ്റു ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക എന്താണ്? റൂട്ട് 2 ഇൻ്റഗ്രൽ ഓവർ ആർ. ഇതും റൂട്ട് 2. 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ റൂട്ട് 2 അല്ലേ, 1 2 ആകുമ്പോൾ റൂട്ട് ഓഫ് ദാറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് 2 ഇൻറ്റു ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദി റീജിയൻ ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a. ഡി എൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 2a ആണ്, ഏരിയ എന്നാണ് കിട്ടുക. 2 ഇൻറ്റു ഡി എ 2a. ഇനി ഹിയർ x square plus y square equal to 1 is the equation of circle അല്ലേ. സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. വിത്ത് റേഡിയസ് എത്രയാണ് വരുന്നത്? റേഡിയസ് 1 ആണ് അല്ലേ, വിത്ത് റേഡിയസ് 1. therefore ഏരിയ ഈക്വൽ ടു എന്താണ്? പൈ ആർ സ്ക്വയർ അല്ലേ, പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ. ഇവിടെ റേഡിയസ് 1 ആയതുകൊണ്ട് therefore നമുക്ക് എന്ത് കിട്ടി? therefore integral 2a ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എന്തായിരുന്നു? എക്സ് സെഡ് ഡി എക്സ് പ്ലസ് സെഡ് ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് പിന്നെ ആരായിരുന്നു? എക്സ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ ആർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2a. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ദാറ്റ് ഈസ് 2π. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള മോഡലുകളും ഉണ്ട്, ഞാൻ ഹോംവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഹോംവർക്കിൽ. ഓക്കെ, അതിന് മുമ്പ് ഒരു നോട്ടുണ്ട്. എന്താ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾ ഓഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് 0 ആയിപ്പോവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ വെക്റ്റർ ഫീൽഡിനെ നമ്മൾ കേൾ ഓഫ് 0 ആയ വെക്റ്റർ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. അതായത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കേൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് കേൾ ഓഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കൺസർവേറ്റീവ് ഫീൽഡാണ്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ് വരിക. അതാ സെഡ് ഡോട്ട് ആ പ്ലെയിനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്നാണ് അതിന് പറയും. ഓക്കെ, ഹോംവർക്ക് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3x എഫ് തന്നിട്ടുണ്ട്, അതുപോലെ പ്ലെയിൻ തന്നിട്ടുണ്ട് സെഡ് എഫ് ഓഫ് എക്സ് കോമ വൈ എക്സ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണെന്നും വൈ ഇന്ത്യയും തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട്. നേരിട്ട് അപ്ലൈ ചെയ്യാം യൂസിങ് സ്റ്റോക്സ് തിയറം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്, അപ്പോൾ കേൾ എഫ് ഒക്കെ കാണുക. ഓക്കെ, പിന്നെ എന് കാണണം. എന് കാണാൻ അറിയാൽ എന്തെന്നാണുള്ളത്. എന് സെഡ് ഇതിൻ്റെ എന് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് കോമ വൈ കോമ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ജി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് എന്താ വരിക? സെഡ് മൈനസ് എക്സ് അല്ലെ എക്സ് മൈനസ് സെഡ് അല്ലെ സെഡ് മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ കേസിൽ എന്താ വരുന്നത്? സെഡ് ഈക്വൽ ടു വൈ ആണ്. ദാറ്റ് മീൻസ് സെഡ് മൈനസ് വൈ ആണ് ജി ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ എന് കാണുക.
എന്നിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, സിലിണ്ടറിൻ്റെ കൺസെപ്റ്റ്സ് തന്നിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, നോക്കുക. അപ്പം പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ നോക്കി കൊടുക്കുക. എന്നിട്ട് x² y² വരുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഒന്നെങ്കിൽ 1 അപ്ലൈ ചെയ്യുക. അതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ റേഡിയസ് തന്നിട്ടില്ല എന്നുള്ളതാണ്. സോറി, റേഡിയസ് തന്നിട്ടുണ്ട്, പിന്നെ എന്താ തരാത്തത്? ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് തരാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർഷനിൽ നിന്ന് നമുക്ക് കിട്ടും. നേരത്തെ ഞാൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത മോഡൽ ഫസ്റ്റ് ഇത് ഈ മോഡലാണ്. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്ത കൺസെപ്റ്റ് മോഡലാണ്. അതിലേക്ക് എന്തെങ്കിലും ഒരു ഹിൻ്റ് ഉണ്ടാവും. അതായത് x² + y² = 1 എന്നുള്ള കൺസെപ്റ്റോ, അല്ലെങ്കിൽ അത് ഒരു സർക്കിളാണ് വിത്ത് റേഡിയസ് 6 ആണ്. അപ്പം DA എന്ന് പറഞ്ഞിട്ടൊക്കെ കിട്ടുകയാണ് ഏരിയ ആണ് വരിക. ഏരിയ എന്ന് പറയുമ്പോൾ πr² എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് മൂന്നാമത്തതും സെയിം വേ. ഓക്കെ, മൂന്നാമത്തതും സെയിം പ്രകാരം തന്നെ അപ്ലൈ ചെയ്യാം. സെയിം എന്താണ് തന്നിട്ടുണ്ട്, r² എന്ന് പറയുമ്പോൾ 3 ആണ്, 6 എന്നുള്ളത് ഓർത്തോളുക. ഓക്കെ, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ.